അത്രമാത്രം മോശമായൊരു കാര്യം എന്നറിയാം. ഹൗദിൽ വിശ്വസിക്കാതിരിക്കുന്നത്, ഹൗദിനെ പ്രതീക്ഷിക്കാതിരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. അവരെ ഞാൻ വഷളാക്കും. ഖാല ഫഖാല മാ അൻകർതും മിനൽ ഹൗദ്, ഏത് വകയിലാണ് നിങ്ങൾ ഹൗദിനെ നിഷേധിക്കുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിനെയാണോ പിൽക്കാലത്ത് വന്ന് നിങ്ങൾ നിഷേധിക്കുന്നത്? അവർ നബിയെ കാണാത്തവരാണ്. അപ്പൊ നബിയെ കാണാത്ത സിയാദ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നബിയെ കണ്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്താണ് നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഹൗദിനെ കുറിച്ച്. ഖാല നഅം, അതേ കേട്ടിട്ടുണ്ട്. വലഖദ് അദറക്തു അജായിസ ബിൽ മദീന, എത്രത്തോളം എന്നറിയാമോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലെ പ്രായം ചെന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാ യുസല്ലീന സലാത്തൻ, അവർ ഒരു നമസ്കാരവും നിർവഹിക്കാറില്ല ആ പെണ്ണുങ്ങൾ. ഇല്ലാ സഅല്ലല്ലാഹു തആല, അല്ലാഹുവോട് ചോദിക്കാതെ കണ്ട്, അൻ യൂരിദഹുന്ന ഹൗള മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഹൗദിന്റെ അരികിലേക്ക് അവർ എത്തിച്ചേരണം, ഞങ്ങളെ ഹൗദിന്റെ അരികിൽ എത്തിക്കണേ, അതിൽ നിന്ന് ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കണേ എന്ന് മദീനയിലെ പെണ്ണുങ്ങൾ, പ്രായം ചെന്ന പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാതിരുന്നിട്ടില്ല. ആരാ പറയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു. ഇത് വിശദീകരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കൃത്യമായി പഠിക്കുകയും അതിനോട് യോജിച്ചുകൊണ്ട് സച്ചരിതരായി സത്യവിശ്വാസം സ്വീകരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്തിമ നാളിൽ മീസാനിനരികിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്നെ ഹൗദിന്റെ അരികിൽ കാണാൻ കഴിയും. അതുമല്ല എങ്കിൽ സിറാത്തിന്റെ അരികിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ എനിക്ക് വേണ്ടി അങ്ങ് ശഫാഅത്ത് ചെയ്യണം എന്നാവശ്യപ്പെടുകയും അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുകയും ചെയ്യും എന്നുള്ളതൊക്കെ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ മഹത്തായ സന്തോഷവർത്തമാനങ്ങളിൽ ഒന്നാണ് പരലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഉണ്ടാകുന്ന ശഫാഅത്ത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ശഫാഅത്തിനെ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നബിയെ എൻ്റെ പാപം പൊറുക്കണേ, നബിയെ എനിക്ക് നീ ഖൈർ തരണേ, എൻ്റെ രോഗം ശിഫയാക്കി തരണേ എന്നൊക്കെ നബിയോട് തന്നെ നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന തെറ്റായ ഒരു വിശ്വാസം ഇതിൻ്റെ മറവിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അദ്ദേഹം ആലമുൽ ബർസഖിലായിരിക്കെ നബിയെ കാക്കണേ എന്ന് വിളിച്ചാൽ അദ്ദേഹം നമ്മുടെ വിളി കേൾക്കാൻ പോകുന്നില്ല. നമ്മുടെ വിളി കേട്ട് ശഫാഅത്ത് ചെയ്ത് ഉത്തരം വാങ്ങിത്തരാൻ അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള പിഴച്ച വിശ്വാസം മക്കയിലെ മുശ്രിക്കുകളുടേതാണ്. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ഇലാഹുകളെക്കുറിച്ചൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ശുഫാ എന്നാണ്. ശുഫാ എന്ന് പറഞ്ഞാൽ ശുപാർശകർ. അള്ളാഹുവിൻ്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുന്നവർ എന്നതാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് അവരുടെ ഇലാഹുകളെ സംബന്ധിച്ചുണ്ടായിരുന്ന വിശ്വാസം. അത് നമ്മൾ ലോകത്ത് ആരെക്കുറിച്ച് അതേ വിശ്വാസം വെച്ച് പുലർത്തിയാലും അത് മുശ്രിക്കിന്റെ വിശ്വാസമാണ്.
അതുകൊണ്ട് മുഹമ്മദ് നബിയെ വിളിച്ചാൽ, മുനമ്പത്തടിഞ്ഞ ബീബിയെ വിളിച്ചാൽ, അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചാൽ, അങ്ങനെ ഇടയാളന്മാരെ വിളിച്ചാൽ ആ ഇടയാളന്മാർ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുമെന്ന ഉദ്ദേശത്തോടെയാണ് ആരെങ്കിലും അവരെ വിളിക്കുന്നതെങ്കിൽ അവൻ മുശ്രിക്കാണ്. അവൻ റബ്ബിനെ മാത്രം വിളിച്ചു തേടുക എന്ന ഇസ്ലാമിന്റെ കൽപ്പന ധിക്കരിച്ചവനാണ്. അബൂജഹലിന്റെയും മുത്തുബത്തിന്റെയും പിഴച്ച ശിർക്കൻ വിശ്വാസത്തിലേക്ക് അധപ്പതിച്ചു പോയവനാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അള്ളാഹു നൽകിയ സന്തോഷ വർത്തമാനങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തീർച്ചയായും നാം നിനക്ക് അൽ കൗസർ നൽകിയിട്ടുണ്ട്. സൂറത്തുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ഒരു നിദ്രയിലായിരുന്നു. അദ്ദേഹം ബോധരഹിതനായതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഉണർന്നെണീറ്റു, ചിരിച്ചു. സന്തോഷത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, എന്ത്? എനിക്ക് അള്ളാഹു ഒരു വചനം ഇറക്കിയിട്ടുണ്ട്, ഞാൻ വളരെയേറെ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുണ്ടായി. എന്താണ് ആ വചനം? ഇന്ന അഅ്തൈനാകൽ കൗസർ, താങ്കൾക്ക് നാം അൽ കൗസർ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അളവറ്റ അനുഗ്രഹം എന്നാണ്. അത് സ്വർഗത്തിലൊരു നദിയുടെ പേരാണ്. സഹീഹ് ബുഖാരിയിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞിരിക്കുന്നു, ഉസ്ബിറു ഇസ്ബിറു ഇസ്ബിറു, നിങ്ങൾ ക്ഷമ പാലിക്കുവിൻ, ഹത്താ തൽഖൗനി അലൽ ഹൗൽ, ഹൗലിന്റെ അരികിൽ എന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ സംയമനം പാലിക്കണം. നാട്ടുകാർ കളിയാക്കുന്നതോ പരിഹസിക്കുന്നതോ ദീന് പാലിച്ചതിന്റെ പേരിൽ കുത്തിപ്പറയുന്നതോ ഒറ്റപ്പെടുത്തുന്നതോ നിങ്ങൾ കാര്യമാക്കണ്ട. യഥാർത്ഥ തൗഹീദ് സ്വീകരിച്ച് ശരിയായ മുഅ്മിനായി മുവഹിദായി സലഫിയായി ജീവിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകൾ വരെ നമ്മൾ കളിയാക്കും. സ്വന്തം വീട്ടിലുണ്ടാകും കളിയാക്കുന്നവർ, പരിഹസിക്കുന്നവർ. പക്ഷെ നിങ്ങൾ സബർ പാലിക്കണം. കാരണം നിങ്ങൾക്ക് ഹൗദുൽ കൗസറുണ്ട്. എനിക്ക് അള്ളാഹു നൽകിയതാണെങ്കിലും ഇതിന്റെ ആസ്വാദനം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. അതുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ അരികിൽ എത്തുന്നതുവരേക്കും ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ സംയമനം പാലിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, ഫത്ഹുൽ ബാരിയിൽ 11/466 അദ്ദേഹം പറഞ്ഞു, അതായത് ഹൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ കൗസർ എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ഹൗലാണ്, ടാങ്കാണ് എന്ന് പറഞ്ഞാൽ വഹുവ മജ്മഉൽ മാ, ജലസംഭരണി, വെള്ളങ്ങൾ ഒരുമിച്ച് ശേഖരിച്ചു വെക്കുന്ന സ്ഥലമാണ് കൗസർ. അൽ കൗസർ എന്നാൽ സ്വർഗത്തിലെ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന മധുരമൂറുന്ന പാനീയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്ന ഒരു ടാങ്ക്, ഒരു ജലസംഭരണിയാണ് അൽ കൗസർ എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു ഹൗൽ ഉണ്ട് എന്നുള്ളത് സത്യവിശ്വാസികൾക്കഖിലം ഒരു നല്ല സന്തോഷ വർത്തമാനമാണ്. ഇത് സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഹൗദുൽ കൗസർ ഉണ്ട് എന്ന കാര്യത്തിൽ സ്വഹാബികൾക്കോ താബികൾക്കോ പൂർവികർക്കോ ഇമാമുകൾക്കോ അഹ്ലുസ് സുന്നയിൽപ്പെട്ട ആർക്കെങ്കിലുമോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇജ്മാ ഉള്ള വിഷയമാണ്, സ്ഥിരപ്പെട്ട വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്. അത് ആലങ്കാരിക പ്രയോഗങ്ങളൊന്നുമല്ല ചില ഖവാരിജികളും മുഅ്തസിലികളും ഒക്കെ പറഞ്ഞതുപോലെ. മറിച്ച് വസ്തുതാപരമായി നമ്മൾ ദാഹിച്ചാൽ ഒരു വെള്ളം കുടിക്കൂലേ, അതേപോലെ നേരിട്ട് പരലോകത്ത് സൂര്യൻ തലക്കുമീതെ ജ്വലിക്കുമ്പോൾ ദാഹിച്ച് വരളുന്ന ആളുകൾക്ക് മഹ്ശറിൽ വെച്ച് അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത വിധം, ഒരു കോരി കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത വിധം കുടിപ്പിക്കപ്പെടുന്ന മധുരമുള്ള പാനീയമാണ് അൽ കൗസർ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഹൽ ബിനു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന ഫറത്തുകും അലൽ ഹൗളി, മഹ്ശറിൽ ഹൗളിന്റെ അരികിലേക്ക് ആദ്യം എത്തുന്നവൻ ഞാനാണ്. ഫമൻ വറദഹു ശരിബ മിൻഹു, ആരെല്ലാം ഹൗളിന്റെ അരികിലേക്ക് വരുന്നുണ്ടോ അവരെല്ലാം അതിൽ നിന്ന് കുടിക്കും. വമൻ ശരിബ മിൻഹു, ആരെങ്കിലും ഹൗളിൽ നിന്ന് കുടിച്ചാൽ ലം യൽമ ബഅദഹു അബദ, പിന്നീട് ഒരിക്കലും അവന് ദാഹമുണ്ടാകില്ല. ലയരിദു അലയ്യ അഖ്വാമുൻ, ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ ആ ഹൗളിന്റെ അരികിലേക്ക് വരും, പക്ഷേ അടുത്തെത്തുകയില്ല. അഅരിഫുഹും വയഅരിഫൂനി, അവരെ എനിക്ക് മനസ്സിലാകും, അവർക്ക് എന്നെയും മനസ്സിലാകും. എന്നാൽ അടുത്തെത്തുമ്പോഴേക്കും സുമ്മ യുഹാലു ബൈനീ വബൈനഹും, അവർക്കും എനിക്കുമിടയിൽ വലിയൊരു മറയിടപ്പെടും. അവർക്ക് ഹൗളിന്റെ അരികിലേക്ക് വരാനുള്ള അനുവാദമില്ല. ആരെങ്കിലും ഹൗളിന്റെ തൊട്ടരികിലെത്തിയാൽ അവർ അതിൽ നിന്ന് കുടിക്കും, എന്നാൽ ഹൗളിന്റെ തൊട്ടരികിലേക്ക് ഇവർക്ക് പ്രവേശനമില്ല. അങ്ങനെ ആ ദീർഘമായ ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം പറയാണ്, ഇന്നഹും മിന്നീ, അല്ലാഹുവേ തീർച്ചയായും അവർ എന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, നബിയോട് പറയപ്പെടും,
ഇന്നക ലാ തദ്രീ മാ ബദ്ദലൂ ബഅദക്, നിന്റെ കാലശേഷം അവർ ദീനിൽ പരിവർത്തനമുണ്ടാക്കിയത് നീ മനസ്സിലാക്കുന്നില്ല. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, ദൂരെ പോ, എന്റെ കാലശേഷം എന്റെ ദീനിൽ മാറ്റം വരുത്തിയവരെല്ലാം ദൂരെ പോ എന്ന് ആ നേരത്ത് ഞാൻ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരി. എന്താണ് സഹൽ റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരിയുടെ ഈ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട മഹത്തായ സമ്മാനം ഹൗദുൽ കൗസർ. അതിന്റെ അരികിലേക്ക് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട സത്യവിശ്വാസികളായ 5 നേരം നിസ്കരിക്കുന്ന വുളൂ ചെയ്യുന്ന മുവഹിദുകളൊക്കെ വരും. എന്നാൽ വൻപാപികൾ, ബിദ്അത്തുകൾ ചെയ്തിട്ടുള്ള ആളുകൾ ആ ഹൗദിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും. തൗഹീദ് ഉള്ളവരാണെങ്കിൽ പോലും അവർ ആട്ടിയകറ്റപ്പെടുമെന്ന വിശദീകരണം പണ്ഡിതന്മാർ കൊണ്ടുവന്നത് ഇമാം നവവി റഹിമഹുള്ളയെ പോലുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദ് വേണം, നിസ്കാരം വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലാക്കുന്നു? മറ്റൊരു ഹദീസിൽ കാണാം, വുളൂ ചെയ്തു വരുന്ന ആളുകൾ പരലോകത്തേക്ക് വരുന്നത് ഗുർറം മുഹജ്ജലീൻ, പ്രശോഭിതരായും തൊലി വെളുത്തവരായും അവരുടെ ശരീരത്തിൽ നിന്നൊരു പ്രകാശമുണ്ടാകും. വുളൂവിന്റെ അവയവങ്ങളൊക്കെ. ഇപ്പൊ നിസ്കരിക്കാത്തവർ പിന്നെ അങ്ങോട്ട് വരുമെന്നോ വന്നാൽ നബി തിരിച്ചറിയുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നിസ്കരിക്കാത്തവർ വുളൂ എടുക്കേണ്ട ആവശ്യമില്ല. വുളൂ എടുക്കാത്തതുകൊണ്ട് അവരുടെ മുഖത്തും നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുക്കുന്നവർക്കാണ് അവരുടെ വുളൂവിന്റെ അവയവങ്ങൾ പ്രകാശ സമാനരായി നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പോൾ വുളൂവിന്റെ അവയവങ്ങളിലെ പ്രകാശം കണ്ടാണ് നബി എന്റെ ഉമ്മത്താണെന്ന് തിരിച്ചറിയുന്നത്. നബി പറയും, സഹാബി ഇത് എന്റെ ആളുകളാണ്. ചിലപ്പോൾ നബിക്ക് നേരിട്ട് പരിചയമുള്ളവർ അതിലുണ്ട്. പക്ഷേ മുനാഫിക്കുകളായിരിക്കും. നബി മരിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ മുനാഫിക്കുകളാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെവരായിരിക്കും. അവരവിടെ വരും. അവർക്ക് വുളൂവിന്റെ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട്, തൗഹീദുള്ള ആളുകളായതുകൊണ്ട് അവർ പ്രകാശിക്കുന്ന അവയവങ്ങളുമായിട്ട് വരും. പക്ഷേ അവർക്ക് ബിദ്അത്തുകൾ ഉള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ നിന്നും അവരെ മലക്കുകൾ മാറ്റി നിർത്തും. മലക്കുകൾ അവരെ ഹൗദിൽ നിന്ന് കുടിക്കാൻ അനുവദിക്കാതെ തള്ളി മാറ്റുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേണു പറയും, ഉമ്മത്തി, അത് എന്റെ ഉമ്മത്താണ്. അസ്ഹാബി എന്റെ ആളുകളാണ്. ഉസൈഹാബി എന്റെ സ്വന്തം ആളുകളാണ് എന്നൊക്കെ നബി ഇങ്ങനെ പറയുന്ന പ്രയോഗങ്ങൾ വിവിധ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ധാരാളം ഹദീസുകളിലൂടെ ഹൗദിനെ കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. മുത്തവാത്തിറായ ഹദീസുകളാണ് ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് മാറ്റി നിർത്തപ്പെടും. സമ്മതിക്കൂല. എന്റെ ഉമ്മത്താണെന്ന് പറയുമ്പം നബിക്ക് കിട്ടുന്ന ഒരു മറുപടി ഉണ്ട്, ഇന്നക ലാ തദ്രി, നീ അറിയുന്നില്ല, നിനക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മാ ബദ്ദലൂ ബഅദക്, നിന്റെ മരണശേഷം ഇവരെന്തൊക്കെ ദീനിൽ മാറ്റം വരുത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ദീൻ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഖുർആനിലും അതില്ല, സുന്നത്തിലും അതില്ല. അടിസ്ഥാന വിഷയമായ തൗഹീദ് മുതൽ നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ ഉമ്മത്ത് ദീനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ദീൻ പറയുന്നു. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറയാൻ പഠിപ്പിച്ചു. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദൂ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാൾ ദുആ ചെയ്യാൻ പാടില്ല. എന്നാൽ പള്ളിയിൽ തന്നെ ഖുതുബിയത്ത് നടത്തിയിട്ട് മൊയ്‌ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പള്ളിയുടെ പരിസരത്തുള്ള മഖ്ബറകളിൽ മറമാടപ്പെട്ട ശൈഖുമാരെയും ബീവിമാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇസ്തിഗാസ ചെയ്യുന്നു. ഭീമാപ്പള്ളി ഉമ്മച്ച മുതൽ, നമ്മുടെ അടുത്ത് മുനമ്പത്തടിഞ്ഞ ബീവി മുതൽ, ഞാൻ പറഞ്ഞല്ലോ കേരളക്കരയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പൂജിക്കപ്പെടുന്ന ഖബറുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന നമ്മുടെ ഈ വളാഞ്ചേരി കുറ്റിപ്പുറം ഏരിയയിലാണ്. എത്ര മഖ്ബറകളാണ്, അകത്തും പുറത്തും ഉള്ളിലും, ഫേമസ് ആയതും അല്ലാത്തതുമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെ ഖബറുകൾ പൂജിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. റബ്ബിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാവൂ എന്ന് പറയുമ്പോൾ മഹാന്മാരോട്, അംബിയാഇനോട് ഇസ്തിഗാസ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നവർ ദീനിനെ മാറ്റം വരുത്തി. അതുപോലെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വഹീഹായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി നിസ്കാരങ്ങളിൽ പോലും ബിദ്അത്തായ രൂപങ്ങൾ കടന്നു വന്നു. നിസ്കാരത്തിന് ശേഷം ബിദ്അത്തായ കൂട്ടുപ്രാർത്ഥനകൾ പോലുള്ളവ കടന്നു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിൽ മാത്രം ഖുനൂത്ത് ഓതുന്നത് ബിദ്അത്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അബൂദാവൂദിന്റെ സുനനിലും അതേപോലെ തന്നെ ഇബ്നു മാജയുടെ സുനനിലും അബൂ മാലിക് അൽ അസ്ജഈ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന തിർമിദിയിലും കാണാം എന്ത്, ഇത് ബിദ്അത്താണ്. ഇബ്നയ ഇന്നഹാ ബിദ്അ, സുബഹിൽ മാത്രം ഖുനൂത്ത് ഓതുന്നത് ബിദ്അത്താണ്. എന്നിട്ടും ആ ബിദ്അത്തുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിൽ നിസ്കാരത്തിന്റെ രൂപം മാറ്റി. മഹാന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന പേരിൽ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടി
ഏതെങ്കിലും ഒരു തങ്ങൾ, അത് കൂറയാണെങ്കിലും പാറ്റയാണെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ മരിച്ചു വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ മഖബറകൾ കെട്ടിപ്പൊക്കി അത് അലങ്കരിച്ചു, അവിടെ ദർഗകൾ ഉണ്ടാക്കി അതിനെ മഖാമുകളാക്കി മാറ്റി. എന്നിട്ട് ഹദീസുകളും ആയത്തുകളും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തു. റബ്ബിനോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥനയും ഇസ്തിഗാസയും ഇബാദത്തിന്റെ ഇനങ്ങൾ നേർച്ചകളും ബലിയുമൊക്കെ അവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ദീനിനെ മാറ്റിമറിച്ചു. പറഞ്ഞു വരുമ്പോൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ദീനിന്റെ ചിഹ്നങ്ങളായി കാണപ്പെടുന്ന ദർഗയാകട്ടെ, ഖുബ്ബകളാകട്ടെ, മറ്റെന്തെല്ലാം പരിപാടികളാകട്ടെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്തതാണ്, സ്വഹാബികൾക്ക് പരിചയമില്ലാത്തതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും മുശ്രിക്കുകളെയും ചാണിന് ചാണായി മുഴത്തിന് മുഴകമായി പിന്തുടർന്നുകൊണ്ട് അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പല രൂപത്തിൽ ജന്മദിനാഘോഷങ്ങളായും ചാവടിയന്തരങ്ങളായും ആണ്ട് നേർച്ചകളായും ഉത്സവപൂരങ്ങളായും മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നപ്പോൾ സംഭവിച്ചത് ദീനിന് മാറ്റം വന്നിരിക്കുന്നു. ദീനിന് മാറ്റം വന്നിരിക്കുന്നു. റബ്ബിന്റെ അരികിലേക്ക് ഇടയാളന് വേണ്ടതില്ലല്ലോ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് നേരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റം ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദീനിന് മാറ്റം വരുത്തി. ഇന്ന് പുതിയൊരു ദീനാണ്. ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് ഷിയാക്കൾ, യഹൂദിയായ ഇബ്നു സബ രൂപം കൊടുത്ത ഷിയാക്കൾ കൊണ്ടുവന്ന യഹൂദി വിശ്വാസങ്ങളാണ് ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഇഷ്ടം പോലെ എടുത്തു പറയേണ്ട. ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും നബി അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ വിശ്വാസം എന്താ? നമ്മളിവിടെ ചെയ്യുന്നൊക്കെ നബി നേരിട്ട് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണുന്നുണ്ട്. നമ്മളെപ്പോൾ നബിയെ വിളിച്ച് സലാം പറഞ്ഞാൽ നബി കേൾക്കുന്നുണ്ട്. ശരിയാണ്, നമ്മൾ സലാം പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയാൽ നബിക്ക് അതെത്തും. അത് നേരിട്ട് കേൾക്കുന്നല്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പകലും അതേപോലെ തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ നമ്മൾ ധാരാളമായി സലാത്തുകൾ വർദ്ധിപ്പിക്കണം. എന്തിനാ? നമ്മൾ സലാത്ത് പറഞ്ഞാൽ, സലാം പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് വെള്ളിയാഴ്ച സലാത്തിനാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതിന് പ്രത്യേക ഒരു ചടങ്ങുണ്ടാക്കിയിട്ട് മുസ്ലിയാക്കന്മാർക്ക് കൈമുടക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ സലാത്ത്. അത് നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മളതിന് തയ്യാറില്ലാത്തതുകൊണ്ട് മുസ്ലിയാക്കന്മാർ അത് കച്ചവടമാക്കി ദീനിന്റെ സുന്നത്തുകളെ. വിഷയം അതല്ല ഞാൻ പറയുന്നത്. എന്നിട്ടോ അങ്ങനെ സലാത്ത് ചൊല്ലിയാൽ അത് അള്ളാഹുവിനെ എത്തിച്ചു കൊടുക്കാൻ ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹിന യുബല്ലിഗൂനനി അസ്സലാമ മിൻകും, നിങ്ങളിൽ നിന്നുള്ള സലാമിനെ എനിക്ക് എത്തിച്ചു തരാൻ അള്ളാഹു സഞ്ചാരികളായ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. നബി നേരിട്ട് അറിയുമെങ്കിൽ കേൾക്കുമെങ്കിൽ മലക്കുകളെ നിശ്ചയിക്കേണ്ട കാര്യമില്ല. ഇവിടെ പലരുടെയും വിശ്വാസം അമ്പിയാക്കൾക്കൊക്കെ എല്ലാം കേൾക്കാനുള്ള അത്ഭുത ശക്തി, അവരുടെ കണ്ണ് അള്ളാഹു ആകും, അവർ കേൾക്കുന്ന കാത് അള്ളാഹു ആകും, കണ്ണിനും കാതിനും അള്ളാഹു ദിവ്യശക്തി പകരുമെന്നൊക്കെയാണ് ഇന്നും ജീവിച്ചിരിപ്പുള്ള മുസ്ലിയാക്കന്മാർ ബഹുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശിയകളുടെ വിശ്വാസമാണ്, യഹൂദ ക്രൈസ്തവരുടെ വിശ്വാസമാണ്, മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ആ വിശ്വാസമൊക്കെ കൊണ്ടുവന്ന് ദീനിനെ മാറ്റിമറിച്ചു. എന്നാൽ നബി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിന്റെ സമുദായം പിന്നീട് നിന്റെ മരണശേഷം അവർ ദീനിൽ നിന്ന് മുർത്തദ്ദായതോ, അവർ മുനാഫിക്കുകളായതോ, അവർ ദീനിൽ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിയതോ, യഹൂദ ക്രൈസ്തവരുടെ ആചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നതോ ഒന്നും നബിയെ നീ അറിഞ്ഞിട്ടില്ല. നബിക്ക് ഗൈബ് അറിഞ്ഞൂടാ. അപ്പോഴാണ് നബി അതൊക്കെ അറിയുന്നത്. ഇന്നക ലാ തദ്രീ മാ അഹദസു ബഅദക്, ഇന്നക ലാ തദ്രീ മാ ബദ്ദലു ബഅദക് എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാം. നിന്റെ കാലശേഷം അവർ ചെയ്ത ബിദ്അത്തുകൾ നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ കാലശേഷം ദീനുൽ ഇസ്ലാമിനെ അവർ മാറ്റിമറിച്ചത് നിനക്ക് അറിഞ്ഞുകൂടാ. അത് പറയുന്ന സമയത്ത് നബിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാമോ? ഫഅഖൂലു, ഞാൻ പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം എന്റെ ദീനുൽ ഇസ്ലാമിന് മാറ്റം വരുത്തി എനിക്ക് പരിചയമില്ലാത്ത കാര്യം ഇസ്ലാം ദീനാണ് എന്ന് പറഞ്ഞ് സമൂഹങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന എല്ലാവർക്കും, അത് പുരോഹിതന്മാരെ പിന്തുടർന്നു പോകുന്ന എല്ലാവർക്കും ദൂരെപ്പോ, എല്ലാവരും അകലെപ്പോ, അവർക്ക് നാശം, അവർക്ക് ശാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇതൊരു ഗതികേടാണ്. അങ്ങേയറ്റത്തെ മധുരമുള്ള പാനീയം കുടിപ്പിക്കപ്പെടുന്ന സവിശേഷമായ ആ സന്ദർഭത്തിൽ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാനും സംസാരിക്കാനും അവസരം കിട്ടുന്ന അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ച ഒരു സന്ദർഭത്തിൽ അവിടുന്ന് നാട്ടി അകറ്റപ്പെടുക എന്നതിനേക്കാൾ വലിയ ഒരു ദുർഗതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖദ് റവാ അഹാദീസൽ ഹൗദി 40 മിന സ്വഹാബ, 40ഓളം സ്വഹാബികളാണ് ഹൗദിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. വകസീറും മിൻഹാ ഔ അക്സറുഹാ ഫി സ്വഹീഹ്, അതിൽപ്പെട്ട മിക്കതും സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ അബൂദാവൂദിന്റെ സുനന് അദ്ദേഹം നൽകിയ ഹാശിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ റിപ്പോർട്ട് കേൾപ്പിക്കാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസിൽ നിവേദനം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, സയതി ഖൗമുൻ യുകദ്ദിബൂന ബിൽ ഖദർ,
വിധിവിശ്വാസത്തെ കളവാക്കുന്ന ഒരു ജനത പിന്നീട് വരും. വയുക്കദ്ദിബൂന ബിൽ ഹൗൽ, ഹൗലിനെ തള്ളിപ്പറയുന്ന ഒരു ജനത വരും. വയുക്കദ്ദിബൂന ബിശ്ശഫാ, ശഫാഅത്തിനെ തള്ളിപ്പറയുന്ന ഒരു ജനത വരും. ഏത് ശഫാഅത്തിനെ? കാഫറുകൾ വിശ്വസിക്കുന്ന ശഫാഅത്താണ് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത്. ആ ശഫാഅത്തല്ല, യഥാർത്ഥത്തിൽ ഉള്ള ശഫാഅത്തുണ്ട്, അതിനെ തള്ളിപ്പറയുന്ന ആളുകളുണ്ട്. വയുക്കദ്ദിബൂന ബിഖൗമിൻ യഖ്റുജൂന മിനന്നാർ, ഒരു വിഭാഗം ആളുകൾ നരകശിക്ഷ കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് വരും എന്നതിനെ തള്ളിക്കളയുന്ന ചിലരുണ്ട്. ഖവാരിജുകളെയും മുഅ്തസിലികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഇബ്നു അബി ആസിം അദ്ദേഹത്തിന്റെ കിതാബ് സുന്നയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസിൽ നിന്നൊരു നിവേദനം, അന്ന സിയാദൻ ഔ ഉബൈദുല്ലാഹ് ബിൻ സിയാദ്, ഉബൈദുല്ലാഹ് ബിൻ സിയാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള സിയാദ്, രണ്ടിലൊരാൾ, ദുഖിറ ഇൻദഹുൽ ഹൗദു, അവരിയ്ക്കുന്ന ഒരു സദസ്സിൽ വെച്ച്, അദ്ദേഹം മുഅ്തസിലിയാണ്, അവരുടെ അരികിൽ വെച്ച് ഹൗദുൽ കൗസറിനെ കുറിച്ച് ഒരു പരാമർശമുണ്ടായി. ഫഅൻകറ ദാലിക, അദ്ദേഹം പറഞ്ഞു ഹൗദുൽ കൗസർ എന്നല്ലൊക്കെ വെറുതെ പറയാം, പ്രതിഫലവും പാനീയങ്ങളൊക്കെ സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ, മഹ്ശറിൽ അങ്ങനെ ഒരു പരിപാടിയില്ല എന്നയാൾ നിഷേധിച്ചു. ആര് നിഷേധിച്ചു? സിയാദ് നിഷേധിച്ചു, അല്ലെങ്കിൽ ഉബൈദുല്ലാഹ് ബിൻ സിയാദ് നിഷേധിച്ചു, അല്ലെങ്കിൽ രണ്ടാളും നിഷേധിച്ചു. വാപ്പയും മകനാണ്, അവർ മുഅ്തസിലികളാണ്. അവർ ഹൗലിനെയും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനൊക്കെ നിഷേധിക്കുന്ന ഖാരിജി ചിന്തയുള്ള ആളാണ്. ഫബലഗ ദാലിക അനസൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഈ വിവരം കിട്ടി. എന്താണ് വിവരം? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അമാ വല്ലാഹി ലഅസു അന്നഹു ഗദാ, അറിഞ്ഞോളൂ അല്ലാഹു ആണേ സത്യം, നാളെ ഞാൻ അവരെ അപമാനിക്കുക തന്നെ ചെയ്യും, മോശമാക്കുക തന്നെ ചെയ്യും. ഈ എത്രമാത്രം മോശമായൊരു കാര്യം എന്നറിയാം. ഹൗദിൽ വിശ്വസിക്കാതിരിക്കുന്നത്, ഹൗദിനെ പ്രതീക്ഷിക്കാതിരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. അവരെ ഞാൻ വഷളാക്കും. ഖാല ഫഖാല മാ അൻകർതും മിനൽ ഹൗൽ, ഏത് വകയിലാണ് നിങ്ങൾ ഹൗദിനെ നിഷേധിക്കുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിനെയാണോ പിൽക്കാലത്ത് വന്ന് നിങ്ങൾ നിഷേധിക്കുന്നത്? അവർ നബിയെ കാണാത്തവരാണ്. അപ്പൊ നബിയെ കാണാത്ത സിയാദ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നബിയെ കണ്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്താണ് നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഹൗദിനെ കുറിച്ച്. ഖാല, നാം അതേ കേട്ടിട്ടുണ്ട്. വലഖദ് അദറക്തു അജായിസ ബിൽ മദീന, എത്രത്തോളം എന്നറിയാമോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലെ പ്രായം ചെന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാ യുസല്ലീന സലാത്തൻ, അവർ ഒരു നമസ്കാരവും നിർവഹിക്കാറില്ല ആ പെണ്ണുങ്ങൾ. ഇല്ലാ സഅൽനല്ലാഹ തആല, അല്ലാഹുവോട് ചോദിക്കാതെ കണ്ട്, അൻ യൂരിദഹുന്ന ഹൗള മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഹൗദിന്റെ അരികിലേക്ക് അവർ എത്തിച്ചേരണം, ഞങ്ങളെ ഹൗദിന്റെ അരികിൽ എത്തിക്കണേ, അതിൽ നിന്ന് ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കണേ എന്ന് മദീനയിലെ പെണ്ണുങ്ങൾ, പ്രായം ചെന്ന പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാതിരുന്നിട്ടില്ല. ആരാ പറയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ആജുരി, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പ്രമുഖൻ, അദ്ദേഹം പറയാ, ഫനഊദു ബില്ലാ, അല്ലാഹുവിൽ ശരണം തേടുന്നു, മിമ്മൻ ലാ യുഅ്മിനു ബിൽ ഹൗദ്, ഹൗദ് വിശ്വസിക്കാത്തവരും പ്രതീക്ഷിക്കാത്തവരും, വയുക്കദിബു ബിഹി, അതിനെ കളവാക്കുന്നവരുടെ കാര്യം ശരണം തേടുക. അദ്ദേഹം അത് വിശദീകരിച്ച് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ നോക്കൂ, കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പ്രായം ചെന്ന സ്ത്രീകൾ വരെ ഹൗദിനെ പറ്റി ബോധവാദികളാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ പോലും ഹൗദ് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മനന്നൊന്ന് ദുആ ചെയ്യുക തഹിയ്യാത്തിന്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്ത്. മനസ്സിലായില്ലേ? ഖാദി ഇയാദ് പറഞ്ഞു, അഹാദീസുൽ ഹൗദി സ്വഹീഹ, ഹൗദുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും സ്വഹീഹാണ്. വൽ ഈമാനു ബിഹി ഫർളുൻ, ഹൗദിൽ വിശ്വസിക്കൽ ഫർളാണ്. വത്തസ്ദീഖു ബിഹി മിനൽ ഈമാൻ, ഹൗദ് അംഗീകരിക്കുക എന്നത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. പരലോക വിശ്വാസം ശരിയാകണമെങ്കിൽ ഹൗദിൽ വിശ്വസിക്കണം. വഹു അലാ ലാഹിരിഹി ഇൻദ അഹ്ലി സുന്ന വൽ ജമാഅ ലാ യതഅവൽ, അതിനൊരു വ്യാഖ്യാനവുമില്ല. ഹൗദിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് പ്രത്യക്ഷമായി അങ്ങനെ തന്നെ വിശ്വസിക്കണം, അതിന് വിശദീകരിക്കാനൊന്നും പോകരുത്. ഹൗദുണ്ട്, നേർക്കുനേരെ കുടിക്കാവുന്ന ഒരു പാനീയം എന്നതിലപ്പുറത്ത് പരലോകത്തുള്ള കാര്യങ്ങൾ ദുനിയാവുമായി താരതമ്യം ചെയ്യുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യേണ്ടതില്ല. വലാ യുഖ്തലഫു ഫീ, അതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനും പാടില്ല. ഇതാണ് പൂർവികർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹസൻ അല്ലാ റിപ്പോർട്ട് ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയിൻ ഹൗളൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ നബിമാർക്കും അല്ലാഹു വ്യത്യസ്ത ഇനം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഹൗളുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ നബിമാർക്കും ഹൗളുണ്ട്. ഏറ്റവും വിശിഷ്ടമായ ഹൗള് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനാണ്. വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ഇന്നഹും ലയതബാഹൂന യൗമൽ ഖിയാമ അയ്യുഹും അക്സറു വാരിദാ, നബിമാര് തമ്മിൽ അന്ന് അഭിമാനം പറയും, ഏറ്റവും കൂടുതൽ ആരാണ് ഹൗദിലേക്ക് വരുന്നത്, ഏത് അനുയായികളാണ് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ കുശുമ്പും കുന്നായ്മയും അസൂയല്ല. സ്വാഭാവികമായിട്ട് അവർ നടത്തിയ ദഅവത്തിന്റെ റിസൾട്ട് അവർ കാണുകയാണ്. തൗഹീദ് സ്വീകരിച്ച ആളുകളാണ് എല്ലാ നബിമാരുടെ ഉമ്മത്തിൽ നിന്നും ഹൗദിൽ കുടിക്കാൻ വരും. അപ്പൊ നബിമാര് പരസ്പരം പറയും, കണ്ടോ എന്റെ ഹൗദിലേക്ക് എത്ര ആളെ വന്നെന്ന് നോക്കുന്നു, മറ്റേ നബിമാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും.
അഭിമാനം പറയുമെന്ന പ്രയോഗമാണ്. അത് അനുവദിക്കപ്പെട്ടതാണ് അവിടുത്തെ അഭിമാനം പറച്ചിൽ. ദുനിയാവിലാണ് അത് അഹങ്കാരമായിട്ട് റിയ ആയിട്ടൊക്കെ മാറുക. പരലോകത്ത് അമ്പിയാക്കളുടെ ഹൗദിൽ ഇങ്ങനെ കൂട്ടമായിട്ട് അത് കുടിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ ഓരോ നബിയും പറയും, കണ്ടോ എന്റെ ഹൗദിൽ എത്ര ആൾക്കാരെ വന്നത് നോക്കുന്നെന്ന് ആ ദാവത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ അവിടെ എല്ലാവരും അഭിമാനം പറയുമ്പോൾ ഫയദൂ കുല്ലു നബിയിൻ ഇലൈഹി മൻ യഅരിഫു മിൻ ഉമ്മത്തിഹി, എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന ആളുകളൊക്കെ ഹൗദിലേക്ക് ക്ഷണിക്കും. വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം. ഇന്നി ലഅർജു അൻ നകൂന അക്സറഹും വാരിദാ, പരലോകത്ത് ഹൗദിൽ എന്റെ ഹൗദിന്റെ അരികിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അള്ളാഹു ഉത്തരം നൽകിയൊരു പ്രതീക്ഷയാണ്. മനസ്സിലായില്ലേ? പരലോകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുത്തുള്ള ഹൗദിലാണ്. ആ ഹൗദിന്റെ അരികിൽ വരാനും അതിൽ നിന്ന് കോരിക്കുടിക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫൈനലി ഹൗദൻ, എനിക്കൊരു ഹൗദുണ്ട്. മാ ബൈന ത്വറഫൈഹി കമാ ബൈന ഐല ഇലാ മക്ക, അതിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ മക്ക എന്ന പ്രദേശവും ഐല യമനിലെ ഐല എന്ന പ്രദേശവും തമ്മിലുള്ള ദൂര വ്യത്യാസമുണ്ട്. ഔ അമ്മാൻ വസൻഅ, അല്ലെങ്കിൽ അമ്മാൻ ജോർദാനിലെ അമ്മാൻ എന്ന് പറയുന്ന സ്ഥലവും യമനിലെ സൻഅ എന്ന് പറയുന്ന സ്ഥലവും തമ്മിലുള്ള ദൂര വ്യത്യാസമുണ്ട്. തുറാ ഫീഹി അബാരിഖു ദഹബ്, ആ ഹൗദിന്റെ അരികിൽ സ്വർണത്തിന്റെ ഈ വാൽക്കിണ്ടികൾ കാണാൻ കഴിയും. വാൽക്കിണ്ടി എന്നാണ് മനസ്സിലായില്ലേ? വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന വാലുള്ള പാത്രം, വാൽക്കിണ്ടികൾ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ മൂളി എന്നാ പറയില്ല, നിങ്ങൾ എന്താ പറയാന്നറിയില്ല. അബാരിഖു ദഹബ്, സ്വർണത്തിന്റെ വാൽക്കിണ്ടികൾ. വൽഫിള്ള, വെള്ളിയുടെ വാൽക്കിണ്ടികൾ എത്രത്തോളമുണ്ട്? കഅദദി നുജൂമി സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണമത്രയും. ധാരാളം എന്ന് പറഞ്ഞാൽ ക്യൂ നിൽക്കണ്ട, വരുന്നവർക്ക് കോരി കുടിക്കുക, അത്രയും വലുപ്പമുണ്ട്. വരുന്നവർ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഒരു ഗ്ലാസ് ഒരിറക്കം കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും വേറെ വേറെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വാൽക്കിണ്ടികൾ എടുത്തിട്ട് അവർക്ക് കോരികൾ എടുത്തിട്ട് അവർക്ക് കോരി കുടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്നിട്ടോ യഹുത്തു ഫീഹി മീസാബാനി മിനൽ ജന്ന, ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ടാങ്കിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള 2 മീസാബുകൾ അത് വെള്ളം വീഴ്ത്തിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് ആളുകൾ ഇങ്ങനെ കോരി കുടിക്കുക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സത്യവിശ്വാസികൾ മുവഹിദുകൾ ഈ ഹൗദിൽ നിന്ന് ഇങ്ങനെ കുടിക്കുന്നതിനനുസരിച്ച് പുതിയ വെള്ളം വന്നതിലിങ്ങനെ ഫ്രഷായിട്ട് വന്ന് വീണുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ നിന്ന് 2 നീളമേറിയ ഒരു സ്വർണത്തിന്റെ പാത്തിയും ഒരു വെള്ളിയുടെ പാത്തിയും ഉണ്ടായിരിക്കും. ആ വെള്ളിപ്പാത്തിയിലൂടെ സ്വർണപ്പാത്തിയിലൂടെ സ്വർഗത്തിൽ നിന്ന് മഹ്ശറിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിടത്തുള്ള ആ ടാങ്കിലേക്ക്, ആ ഹൗദിലേക്ക്, ഹൗദുൽ കൗസറിലേക്ക് വെള്ളം ഇങ്ങനെ വന്ന് വീഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ആ പാത്തി അഹദുഹുമാ മിൻ വരിഖ്, ഒന്ന് വെള്ളിപ്പാത്തിയാണ്. വലാഖറു മിൻ ദഹബ്, രണ്ടാമത്തേത് സ്വർണത്തിന്റെ പാത്തിയാണ്. ശറാബുഹു അശദ്ദു ബയാദൻ മിനൽ ലബൻ, അതിന്റെ പാനീയം പാലിനേക്കാൾ ശക്തമായ വെളുപ്പുള്ളതാണ്. വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ അങ്ങേയറ്റം മധുരമുള്ളതാണ്. മൻ ശരിബ മിൻഹു, ആരെങ്കിലും ഹൗദിൽ നിന്ന് കുടിച്ചാൽ ലം യൽമ ബഅദഹു അബദാ, ഒരിക്കലും അതിനുശേഷം അവർക്ക് ദാഹിക്കുകയില്ല. വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അതേ അല്ലാഹു തന്നെയാണ്, അവൻ തന്നെയാണ് സത്യം. ലയുർഫഅന്ന ഇലയ്യ അഖ്വാമും മിമ്മൻ സ്വഹിബനി, എന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അങ്ങോട്ട് കൊണ്ടുവരപ്പെടും. ഹത്താ ഇദാ റഅയ്തഹും വറഅയ്തുഹും വഅറഫ്തുഹും, അങ്ങനെ ഞാൻ അവരെ കണ്ടു, അതുവരെ അവരെ ഞാൻ തിരിച്ചറിഞ്ഞു. വഉഖ്തുലിജൂദൂനി, അപ്പോൾ എന്നെ വിട്ട് അവർ മാറ്റി നിർത്തപ്പെടും. എന്റെ അടുത്തെത്തും, ഞാൻ കണ്ടു, അവരും കണ്ടു, എന്നെയും കണ്ടു, ഞാൻ അവരെയും കണ്ടു, ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായി, അവർ കുടിക്കാൻ വന്നതാണല്ലോ എന്ന സന്തോഷത്തിലിരിക്കുമ്പം അവർ മാറ്റി നിർത്തപ്പെടും. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, ഐ റബ്ബി, എന്റെ റബ്ബേ, അസ്ഹാബി അസ്ഹാബി, എന്റെ ആളുകളാണല്ലോ. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിന്റെ കാലശേഷം ഇവർ ചെയ്ത ബിദ്അത്തുകൾ എന്താണ് എന്ന് നിനക്കറിയില്ല എന്ന് ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിന്റെ അസ്സുഹുദ് വറഖാഖിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് ഹൗലിന്റെ അരികിൽ എത്തുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയല്ല. സത്യവിശ്വാസിയായിരിക്കണം, മുവഹിദായിരിക്കണം, ഹൗദിനെ പ്രതീക്ഷിക്കണം, ഹൗദിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. മഹത്തായ ഹൗദ് എല്ലാ അമ്പിയാക്കൾക്കുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത്. ആ ഹൗദിന്റെ പ്രത്യേകതകൾ, ഒന്ന് ചതുരാകൃതിയിലെ സമചതുരാകൃതിയാണ്, നീളവും വീതിയൊക്കെ തുല്യമാണ്. തൂലുഹു വ അറലുഹു സവാഉൻ, അതിന്റെ നീളവും
അതിന്റെ വീതിയും സമമാകുന്നു. വസവായാഹു സവാഉൻ അതിന്റെ 4 മൂലകളും സമമാകുന്നു എന്നിങ്ങനെ അബ്ദുല്ലാഹിബ്ൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അബൂദർ അൽ ഗിഫാരി പറഞ്ഞു അറളുഹു മിസ്ലു തൂലിഹി അതിന്റെ വീതി അതിന്റെ നീളം പോലെ തന്നെയാണ്. അങ്ങനെ സമചതുരാകൃതിയിലുള്ള ഒരു സംഗതിയാണ്. ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞു അൽ ഉലമാ മഅനാഹു തൂലുഹു കഅറളിഹി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട് ഖാലൽ ഉലമാ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അതിന്റെ നീളവും വീതിയും സമമാകുന്നു എന്നാണ്. മറ്റൊരിടത്ത് അതിന്റെ വലുപ്പം കമാ ബൈന സൻആ വ ഐല നേരത്തെ ഞാൻ പറഞ്ഞു ഐല മുതൽ സൻആ വരെ എന്ന് കാണാം. ഐല മുതൽ അദൻ ഏദൻ എന്നാണ് യമനിലെ അദൻ എന്ന് പറയുന്നതിന്റെ തലസ്ഥാന നഗരി വരെ, സൻആ മുതൽ മദീന വരെ, അതേപോലെ മക്ക മുതൽ ഐല വരെ, അതേപോലെ തന്നെ കഅബ മുതൽ ബൈത്തുൽ മുഖദ്ദസ് വരെ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, ഇബ്നു മാജയുടെ സുനനിൽ ഒക്കെ വന്നിരിക്കുന്ന ഹദീസുകളെല്ലാം എടുത്തു കൊടുത്തിട്ട് ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? വഹാദിഹി റിവായാത്ത് മുതഖാരിബ ലിഅന്നഹാ കുല്ലുഹാ നഹവ ശഹർ. ഇതൊക്കെ സമാനമായ റിപ്പോർട്ട്. അറബികൾക്ക് ഓരോ നാട്ടിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുറച്ച് അകലം പറഞ്ഞു. ഇതെല്ലാം ശരാശരി 1 മാസത്തെ വഴിദൂരമുള്ള പ്രദേശങ്ങളാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തണമെങ്കിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ 1 മാസം സഞ്ചരിക്കണം. അത്ര വലിപ്പമുണ്ട്. അതിൽ നിറയെ ഹൗദുൽ കൗസറാണ്. ഒരു ചെളിയും അഴുക്കും അതിൽ പുരളുകയില്ല. അങ്ങനെയുള്ള വിശുദ്ധമായ, പവിത്രമായ, അതീവ രുചികരമായ എന്തെല്ലാം വിശേഷങ്ങൾ നമ്മൾ കണ്ടു. പാലിനേക്കാൾ വെളുപ്പുള്ളത്, തേനിനേക്കാൾ മധുരമുള്ളത്, മറ്റു ചില റിപ്പോർട്ടുകളിൽ അത്യബു മിനൽ മിസ്ക് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളത് എന്ന് കാണാം. വ അബ്റദു മിനസ് സൽജ് ആലിപ്പഴത്തേക്കാൾ തണുപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാവുന്ന തണുപ്പുള്ളത് എന്നെല്ലാം അതിനെ പരിചയപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ധാരാളം റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഹൗലിൽ പിന്നെ എന്താണ്, ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെ കോരികകൾ അല്ലെങ്കിൽ വാൽക്കിണ്ടികൾ കോരിക്കുടിക്കാനുണ്ടാകും എന്ന് അതിന്റെ വിശേഷണമായി പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ് ഖുൽതു യാ റസൂലല്ലാഹ് മാ ആനിയത്തുൽ ഹൗൽ, ഈ ഹൗലിന്റെ അരികിൽ അതിൽ വെള്ളം കുടിക്കാനുള്ള പാത്രം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു നാട്ടിലെ പാത്രം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നാട്ടിൽ പല ജാതി പാത്രമുണ്ട്, ഗ്ലാസ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, കലമുണ്ട്, എന്തെല്ലാം തരത്തിൽ പാത്രം നാട്ടിൽ. അദ്ദേഹം പറയാണ് അറഫ്നൽ ആനൽ ആനിയ, ഞങ്ങൾക്ക് ഒരുപാട് പാത്രങ്ങളെ കുറിച്ചറിയാം. ഇതിലേത് പാത്രം കൊണ്ടാണ് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുക എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു. കൈഫ നശ്റബു, ഞങ്ങൾ എങ്ങനെ കുടിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലആനിയതുഹു അക്തറു മിൻ അദദി നുജൂമി സമാ വ കദാകിബിഹാ, ആകാശ നക്ഷത്രങ്ങളെക്കാളും ഗോളങ്ങളെക്കാളും ധാരാളമായ പാനപാത്രങ്ങൾ അവിടെ ഉണ്ടാകും. അലാ ഫിൽ ലൈലത്തിൽ മുസ്ലിമ, ഇരുട്ടുള്ള രാത്രികളിൽ നിങ്ങൾ തെളിഞ്ഞു കാണുന്ന നക്ഷത്രങ്ങൾ പോലെ സ്വർഗത്തിലെ ആനിയത്തുൽ ജന്ന, സ്വർഗത്തിലെ പാത്രങ്ങൾ, ഇവിടെ നാട്ടിലെ പാത്രമല്ല, സ്വർഗത്തിലെ പാത്രങ്ങളാണ് അവിടെ കുടിക്കാൻ വേണ്ടി കൊണ്ടുവരിക. ലം യൽമ പിന്നെ ആഹുറുമ അലി, അതിന്റെ അരികിൽ വന്ന ഒരാൾ എന്താണ്, അവസാനത്തെ ആളും പിന്നൊരിക്കലും ദാഹിക്കൂല. ആ ഹൗദുൽ കൗസറിനടുത്ത് ഏറ്റവും അവസാനം എത്തുന്ന ആൾക്ക് പോലും ദാഹം മാറ്റാൻ കഴിയും എന്ന് പറയുന്നു. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പിന്നെ കൈലുകൾ കൊണ്ട്, തവികൾ കൊണ്ട്, വാൽക്കണ്ടുകൾ കൊണ്ടാണ് അവിടെ അതിൽ നിന്ന് കോരിക്കുടിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇമാം നബവി പറഞ്ഞു അൽ മുഖ്താർ അസ്സവാബു അന്ന ഹാദൽ അദദ ലിആനിയത്തി അലാ ലാഹിരിഹി വഅന്നഹാ അക്തറു അദദൻ മിൻ നുജൂമി സമ. നമ്മൾ അതിനെയൊക്കെ പ്രത്യക്ഷമായി മനസ്സിന് വ്യാഖ്യാനങ്ങളുമായിട്ട് പോകേണ്ടതില്ല. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ കണക്കെ എണ്ണം അവിടെ ഉണ്ടാകും. ഇതിന് നമ്മൾ ബുദ്ധിപരമായി ഉൾക്കൊള്ളാനൊരു തടസ്സവുമില്ല, മതപരമായും ഇത് അംഗീകരിക്കാനൊരു തടസ്സവുമില്ല. എവിടുന്നാണ് മാഉൽ ഹൗദ് വരുന്നത് അതിലും സംശയമില്ല. സ്വർഗത്തിലൂടെ ഒഴുകുന്ന തേനിന്റെ അരുവികളിൽ നിന്ന്, പാലിന്റെ അരുവികളിൽ നിന്ന് അവിടെയാണ് ഇത് നൽകപ്പെടുന്നത്. നമുക്ക് കൃത്യമായിട്ട് കാണാം. അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അന അസീറു ഫിൽ ജന്ന, ഞാൻ ഒരിക്കൽ സ്വർഗത്തിനരികിലൂടെ നടന്നു. നബി എപ്പോഴാണ് സ്വർഗത്തിനരികിൽ നടന്നത്? മിഅ്റാജ് രാവിന്, മനസ്സിലായില്ലേ? അതേപോലെ നബിക്ക് സ്വപ്നത്തിലൂടെയും സ്വർഗവും നരകവും കാണിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേർക്കുനേർ, നബിയുടെ സ്വപ്നം തന്നെ സത്യമായിരിക്കും. നബി അങ്ങനെ അതിനരികിലൂടെ നടന്നു പോകുമ്പോൾ ഇദൻ അനബി നഹരിൻ, ഞാനൊരു പ്രത്യേകമായ അരുവിലടുത്തെത്തി. ഹാഫത്താഹു ഖുബാബ് ദുലിൽ മുജവഫ്, അതിന്റെ നദീതീരങ്ങളൊക്കെ ഉള്ളു പൊള്ളയായ മുത്തിന്റെ കുബ്ബകൾ, 4 പാട് ഇങ്ങനെ കുബ്ബകൾ സ്ഥാപിച്ചിട്ട് അതിന് നടുക്കാണ് ഈ നദിയുള്ളത്, മനസ്സിലായില്ലേ? കുബ്ബകളുണ്ട്, കുബ്ബകൾ കൊണ്ട് അത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മഹാദായ ജിബ്രീൽ, മുഹമ്മദ് നബി ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ എന്താണിത്? കണ്ട നബിക്ക് ഗൈബ് അറിയില്ല, ഒരാൾ പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു ഹാദൽ കൗസർ, ഇത് കൗസറാണ്, അൽ കൗസറാണ്. അല്ലദീ അഅതാക റബ്ബുക്, ഇത് നിന്റെ റബ്ബ് നിനക്ക് നൽകിയിട്ടുള്ളതാണ്. ഈ ഹദീസ് വിശദീകരിച്ച ഇബ്നു അസ്ഖലാനി പറഞ്ഞു അൽ കൗസറു നഹറുൻ ദാഖിലൽ ജന്ന, അൽ കൗസർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിനകത്തുള്ള ഒരു നദിയാണ്. വമാഉഹു യുസബ്ബു ഫിൽ ഹൗദ്, ഹൗദിലേക്ക് അതിൽ നിന്ന് ചൊരിയപ്പെടും. അപ്പൊ ഹൗദ് വേറെ, കൗസർ വേറെ. അൽ കൗസർ സ്വർഗത്തിലൊരു നദിയാണ്. ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ ആ അൽ കൗസറിലെ പാനീയത്തെ ശേഖരിച്ചു വെക്കുന്ന മഹ്സറിലുള്ള, വിചാരണ സ്ഥലത്തുള്ള ഒരു
ജലസംഭരണിയാണ് എന്ന് കാണാൻ സാധിക്കും. അത് ആസ്വദിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന, ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുന്ന മുവഹിദുകളുടെയും സുന്നത്ത് പാലിക്കുന്ന സച്ചരിതരുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വലഞ്ഞ് ആശുപത്രികളിലും വീടുകളിലുമുള്ളവർ, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ എളുപ്പത്തിലുള്ള ശമനവും തുറവിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിങ്ങളായി പോയതിൻ്റെ പേരിൽ മാത്രം ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും മാനസിക വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹു അതിൽ നിന്നുള്ള ആശ്വാസവും ആത്യന്തികമായ വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കൾക്ക് അർഹിക്കുന്ന നാശവും അപമാനവും ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത് വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ.